ഹലോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം കൊണ്ടിരിക്കുകയാണ്. എടാ മോനെ, ആ ഒരു വിളി, ഓ എന്തായിരുന്നു സിനിമയെന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു തൃശ്ശൂർ പൂരത്തിൽ പോയി തിരിച്ചു വരുന്ന ഒരു വരവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. അമ്മാതിരി എന്താ പറയുന്ന ഒരു അടിച്ചു പൊളി പടം അങ്ങനെ പറയാം. ലൈക്ക് ഒരു ക്രേസി ത്രില്ലിങ് ഗാങ്സ്റ്റർ കോമഡി എക്സ്പീരിയൻസ് വിത്ത് ഫുൾ ഓഫ് ഫാഫ മാഡ്നസ്. എൻ്റെ പൊന്നോ, എൻ്റെ ഫാസിൽ ഭായ്, നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ സാധിക്കുന്നു? ഇതുപോലെ സ്ക്രീനൊക്കെ പൊളിച്ചടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കഴിവാണ്. യെസ്, ഡയറക്ഷൻ്റെയും കൂടെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും സ്ക്രീനിൽ നിങ്ങൾ ഇത്രയും ആർമാദിച്ചത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ക്യാരക്ടർ അങ്ങോട്ടങ്ങ് എന്താ പറയുക, എൻജോയ് ചെയ്യുന്നതല്ല പറയണ്ടേ, ഇതിനെ നിങ്ങൾ ആ ഒരു ആർമാദിക്കുമായിരുന്നു ആ ക്യാരക്ടർ, അല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അതിനകത്ത് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുറച്ച് പിള്ളേർ, ബിബി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത മിഥുൻ, പിന്നെ അജു എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് പയ്യൻ, ഹിപ്സ്റ്റർ എന്ന പേരുള്ളത് അവന്, പിന്നെ നമ്മുടെ ശാന്തൻ, റോഷൻ ഷാനവാസ്. നിങ്ങൾ 3 പേരും കൂടെ അങ്ങ് എന്താ പറയുക, പൊളിച്ചു മക്കളെ, പൊളിച്ചു. സ്പെഷ്യലി നമ്മുടെ വേറെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അഭിനയിച്ച പയ്യൻ, അവൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സിനിമയ്ക്കകത്ത് കുട്ടേട്ടൻ. എന്താണ് ബ്രോ നീ കാണിച്ചിരിക്കുന്നത്? പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. പിന്നെ ഇവരെല്ലാം അല്ലാതെ വേറെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫഹദ് ഫാസിലിനെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ ഞാൻ തന്നെ ഒന്ന് വിളിച്ചു പോയി തിയേറ്ററിൽ, അമ്പാനെ എന്നൊന്ന് ഞാൻ വിളിച്ചു പോയി. അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തത്. ചേട്ടൻ്റെ പേരെന്താണ്? നമ്മുടെ അമ്പാനെന്ന് ക്യാരക്ടർ ചെയ്തേക്കുന്നത് സജിൻ ഗോപു. മച്ചാനെ, നിങ്ങൾ പൊളിച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല ബ്രോ, ഒരു അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ മൂവിക്കകത്ത് മൊത്തം ഒരു കന്നഡ മലയാളം മിക്സ് സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഔട്ട് ഓഫ് കേരള ക്രൗഡ്സ്, സ്പെഷ്യലി കർണാടക ക്രൗഡിനെ നിങ്ങൾക്ക് നല്ലപോലെ പുള്ള് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സിനിമയ്ക്ക് അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ പിന്നെ എടുത്തു പറയാനുള്ള കുറേ സീനുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി മാറും, പറയുന്നില്ല. നിങ്ങളെല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ ചെന്ന ആ ഒരു സൗണ്ട് എഫക്റ്റിലും ബിഗ് സ്ക്രീൻ പ്രസൻസിലും കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഉള്ളിൽ കൂടെ ഒരു ഫീലിംഗ് വരും, എന്താ ഇതെന്നുള്ളൊരു ഫീൽ വരും. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ്, ഇലക്ട്രിഫൈങ്, ലാഫിങ് റോയിറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു മാസ് ബിൽഡപ്പ് ഉണ്ട് ടുവേർഡ്സ് ദ ഇൻ്റർവെൽ. അവിടെ വരെ എന്ന് വെച്ചാൽ സിനിമ ഏതങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ബ്രേക്ക് തിരിച്ചു വരുമ്പം നമ്മൾ അതേ സെയിം അതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യും. ബട്ട് അവിടെ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ആ ഒരു ലാഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രംഗണ്ണനും പിള്ളേരും അമ്പാനും ടീമും എല്ലാവരും കൂടെ അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് അവരുടെ പെർഫോമൻസിൽ ഈ ഒരു ലാഗ് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് മറന്നുപോകും. സോ ടോട്ടലി വൺ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സ്പെഷ്യലി നമ്മുടെ ജിത്തു മാധവൻ സാറിൻ്റെ ഡയറക്ഷൻ, അത് നമ്മൾ ഓൾറെഡി രോമാഞ്ചമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയുടെ ഡയറക്ഷൻ വേറെ ലെവൽ. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് ബൈ സമീർ താഹിർ ആൻഡ് വിവേക് ഹർഷൻ. അച്ഛനെ പോളി. പിന്നെ നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ചേതൻ ഡിസൂസ എന്ന് പറയുന്ന പുള്ളി. സ്പെഷ്യലി അതിൻ്റെ അകത്ത് രണ്ട് ബംഗാളി പിള്ളേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അതൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും BGM-ഉം. സിനിമ ഈ ലെവലിലാണെങ്കിൽ ആ BGM-ഉം മ്യൂസിക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് സിനിമ അങ്ങ് കയറി അങ്ങ് പോവാം. അമ്മാതിരി കിടു എഫക്റ്റാണ് BGM-ഉം കൂടെ കൂടുമ്പോൾ വരുന്ന സിനിമയ്ക്ക്. അച്ഛനെ, നിങ്ങൾ സിനിമ ഒരു വേറെ ലെവലാക്കി മാറ്റിയിരിക്കുന്നു. പൊളി, സൂപ്പർ പൊളി. പിന്നെ എന്താ പറയുക ഗൈസ്, ഓൾ ഇൻ ഓൾ ഒരു അടിച്ചു പൊളി ഇലക്ട്രിഫൈങ്
സൂപ്പർബ് ലാഫിംഗ് റോയിഡ് പെർഫോമൻസസ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചിലപ്പം ചിലവർക്കൊക്കെ സിനിമ 2-3 പ്രാവശ്യമൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ തോന്നും. അമ്മാതിരി എഫക്റ്റാണ് മൂവിക്കകത്ത്. സോ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക, ശരിക്കും ഒരു റിലാക്സ് ഫൺ മൂഡിൽ ഇറങ്ങി വരിക. പിന്നെ നിങ്ങളും ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്ന പോലെ എടാ മോനെ ആ ഒരു വിളി എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ തന്നെ. സോ എൻജോയ് ഇൻ തിയേറ്റേഴ്സ്. ലവ് ദിസ് മൂവി. ഐ ലവ്ഡ് ഇറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. സൈനിങ് ഓഫ് ഫോർ ടുഡേ.